നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചോദിച്ചത് കേട്ടില്ലടി. അത് മീനാക്ഷിയല്ലേ എന്നും ചെയ്യുന്നത്. ഞാൻ കാർത്തിക് മോന്റെ പരിക്കേറ്റ കാര്യം കണ്ടു നിന്നുപോയതാ. ദൈവമേ, കാർത്തിക് മോന് പരിക്കേറ്റുന്നോ? എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? സാവിത്രി, എന്താ ഉണ്ടായത്? പറ ചേച്ചി, ഇതെന്താ ആരും ഒന്നും പറയാത്തത്? പോലീസ് ക്ലബിൽ ചെന്നപ്പോ ആരോ കല്ലെറിഞ്ഞതാ. അയ്യോ, ആ മീഡിയക്കാര് ചെയ്യിപ്പിച്ചതായിരിക്കും. ഒന്നിന് പിറകെ ഒന്നായി നാശങ്ങളാണല്ലോ ഭഗവാനെ. അനങ്ങിയാൽ അപകടം, എങ്ങോട്ട് തിരിഞ്ഞാലേ ആപത്ത്. ദേ നിൽക്കുന്നു ചെമ്പകമംഗലം തറവാട്ടിന്മേൽ വന്നു പതിച്ച ഇടുത്തി. എല്ലാത്തിനും കാരണക്കാരി ഇവള ഒറ്റ ഒരുത്തിയ. ഇവളെ കാരണോ എല്ലാം നശിച്ചത്. ആ വാള് കാണാതായത്. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മകന്റെ ജീവനാ. ഇപ്പതേ എന്റെ കൊച്ചുമോനെ നാട്ടുകാരെ കല്ലെറിഞ്ഞ് അവന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. തീരുന്നില്ല. ദേ, തറവാട്ടിലെ നിലവിളക്ക് തട്ടിമറിച്ച് അടുത്ത ആളെ കത്തിച്ചാലേ. ഇനി ഇതൊന്നും അങ്ങനെ തീരില്ല. ഒന്നിനു പിറകെ ഒന്നായി ഒരു തീക്കാറ്റ് പോലെ ചെമ്പകമംഗലത്ത് എല്ലാം വീശിയടിക്കും. കാലദോഷത്തിന്റെ പെരുമഴയാ. നീ കാത്തിരുന്ന് നേരിട്ടോ. അടങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറിൽ പോകും. നീ കരയല്ലേ മോളെ. വല്യേട്ടന് നഷ്ടപ്പെട്ട വേദനയില് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നത്. എടതി, മോളെ വിളിച്ചകത്തുണ്ടോ? ചെല്ലേ. വീണക്കുഴിയുടെ ആഴം നോക്കി പേടിച്ചു നിൽക്കാതെ കരകയറാനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ അവരവരുടെ നിരാശ മറ്റുള്ളവരോട് തീർക്കലല്ല. നിനക്കിപ്പോ സന്തോഷായില്ലടി? എന്തിനാ? ആ മൈഥിലി പോയ ഒഴിവ് നിർത്താൻ നോക്കിയതല്ലടി നീ? മൈഥിലി ഉള്ളപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ, അത് പുറകീന്ന് ഇപ്പൊ മുന്നിലോട്ടിങ്ങ് കേറി. മീനാക്ഷിയെ കരയിപ്പിച്ചപ്പോ ഒരു സുഖം അല്ലേടി? അവള് കരഞ്ഞപ്പോ ഒരു ചെറിയ സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ജഗദീഷ് ചേട്ടാ? നിനക്കൊരു സുഖം കിട്ടി, എനിക്കൊരു സുഖം വേണ്ടേ? നോക്കുകൂലിയായിട്ട് കരുതിയാ മതി. നീ പണിയെടുത്തതിനുള്ള കൂലി ഞാൻ പുറകെ തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.